ഹായ് ഫ്രണ്ട്സ്, ഫിഫോർസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരാഴ്ചയ്ക്ക് മുന്നേ ആയിട്ട് എന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തായിരുന്നു. ഒരു 10-40 വയസ്സുള്ളൊരു ചേട്ടനാണ്. പുള്ളിക്കാരൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി ഒരു 10-12 വർഷമായിട്ട് ഗൾഫിലായ ഇങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് പോലും പുള്ളിക്ക് 40 വയസ്സായിട്ടും ഒരു പൈസ പോലും സമ്പാദിക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നും അതിനുള്ള പോംവഴികളെയും കുറിച്ചാണ് പുള്ളി എന്നോട് ചോദിച്ചത് ശരിക്കും. അപ്പോൾ നമ്മൾ അതിനുള്ള ഒരു മറുപടി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പുള്ളിക്ക്. അത് എന്താണെന്നാണ് ശരിക്കും ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാൻ വേണ്ടി പോണത്. ദിസ് ഈസ് ഫിഫോറസ്, ഞാൻ നിങ്ങളുടെ സ്മിതേഷ്. നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ടുണ്ട്. വെൽക്കം ബാക്ക്. ഗിരി എന്ന് പറയുന്ന ആൾ ശരിക്കും എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് 1 ലക്ഷത്തിൻ്റെ അടുത്ത് സാലറി ഉണ്ട്. അതായത് ഒരു 10-80,000 വരെ രൂപയും സാലറി ഉണ്ട്. ഈ 80,000 രൂപയ്ക്ക് പുള്ളിയുടെ പൈസ അവിടെ വേണ്ട ചിലവിന് എടുത്തിട്ട് ബാക്കിയെല്ലാം പുള്ളി വീട്ടിലോട്ട് അയച്ചു കൊടുക്കും. പക്ഷെ അയച്ചു കൊടുത്തിട്ട് പോലും വീട്ടിലത്തെ ചിലവും അങ്ങനെയുള്ള കുറേ ലോൺസും ബാക്കിയുള്ള സംഭവങ്ങളും അടച്ചു തീർത്താൽ പോലും പുള്ളിയുടെ ചിലവിന് പറ്റി കഴിഞ്ഞതിന് ശേഷവും പുള്ളിക്ക് ഒരു പൈസ പോലും സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്നാണ് പുള്ളി പറഞ്ഞു വരുന്നത്. അത് ഇത്രയും പൈസ കിട്ടിയിട്ടും എന്തുകൊണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കേണ്ടത്. ഗൾഫിൽ പോയി കഴിഞ്ഞിട്ട് പുള്ളി പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ 1-2 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു വീട് വെച്ചു. അതിനൊരു 10-40-50 ലക്ഷം രൂപയുടെ കടമുണ്ട്. അത് ഒന്നാമത്തെ ഇതിൽ കിടക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പുള്ളി വീട് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു കാർ എടുത്തു. അപ്പോൾ കാറിനൊരു 10-12 ലക്ഷം രൂപ ഒരു EMI കിടപ്പുണ്ട്. അപ്പോൾ ഈ കാറിൻ്റെ ലോൺ ഒരു 8 വർഷത്തേക്കും വീടിൻ്റെ ലോൺ ഒരു 15 വർഷത്തേക്കുമാണ് പുള്ളി എടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ദീർഘകാലത്തിലേക്ക് വരുമ്പം ശരിക്കും അത്യാവശ്യം നല്ലൊരു പലിശ ശരിക്കും ആ ഒരു ഇതിൽ പോകുന്നുണ്ട്. അപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പുള്ളിയോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിൻ്റെ അകത്ത് അക്കമിട്ട് പുള്ളിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഇനി തൊട്ട് പുള്ളി ഫോളോ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയുള്ള പൈസ തന്നെ നമ്മുടെ അടുത്ത് മാറ്റുക. അതായത് ഒരു 30% നമുക്ക് വേണ്ടിയുള്ള പൈസയ്ക്ക് നമുക്ക് എടുത്ത് മാറ്റുക. ഫസ്റ്റ് നമുക്കായി തന്നെ എടുത്ത് മാറ്റുക. അതിനുശേഷം മാത്രം നമ്മൾ ബാക്കി നാട്ടിലോട്ട് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബിക്കോസ് നമ്മൾ ചെയ്തില്ല എങ്കിൽ നമ്മളത് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ നാട്ടിലോട്ട് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. നിങ്ങൾക്ക് ഈ വീടുണ്ട് അല്ലെങ്കിൽ കാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അവിടെ ജീവിക്കാൻ വേണ്ടി പറ്റുകയില്ല. സോ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാകണം. ആ പൈസ നമ്മൾ റിട്ടയർമെൻറ്റ് ഫണ്ടിനായിട്ട് നമ്മൾ ചിലവഴിക്കും. ഈ പൈസ വെച്ച് വേണം നമുക്ക് പണിയെടുക്കാതെ ജീവിക്കാനായിട്ട്. അപ്പം ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ. ഞാൻ പുള്ളിയോട് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 30% നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുക. ചിലവാക്കുക എന്ന് പറഞ്ഞാൽ സ്വരൂപിച്ച് വെക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിയോട് ഞാൻ ചോദിച്ചു പുള്ളിക്ക് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു അത് എനിക്കില്ല എന്ന് പറഞ്ഞു. ബിക്കോസ് ഈ അടുത്തിടയ്ക്ക് എങ്ങാനും പുള്ളിയുടെ പണി പോയി കഴിഞ്ഞാൽ പുള്ളി ആ ലോണിൻ്റെയും ഒക്കെ എങ്ങനെ അടയ്ക്കും എന്ന് പുള്ളിക്ക് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഈ 30% ചിലവാക്കി കഴിഞ്ഞിട്ട് ഒരു 10-15% ഒരു എമർജൻസി ഫണ്ടായിട്ട് മാറ്റി വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ 10-15% മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഒരു വർഷത്തിനിടയ്ക്കോ ഒരു 1.5 വർഷത്തിനിടയ്ക്കോ നമുക്കൊരു എമർജൻസി ഫണ്ട് മാക്സിമം പോയ 2 വർഷത്തിനിടയ്ക്ക് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഈ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോസിനകത്ത് കിടപ്പുണ്ട് എന്താണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഫോളോ അപ്പ് ചെയ്യുക അറിയാൻ മേലാത്തവർ. അതൊരു 6 മാസത്തെയെങ്കിലും മിനിമം എടുത്ത് വെക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട്. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ അതായത് മക്കളെ പഠിപ്പിക്കുക അല്ലെങ്കിൽ മക്കളെ കല്യാണം കഴിച്ച് പോവുക, അതിനുള്ളൊരു തുക നമ്മുടെ കയ്യിലുണ്ടോ, അതായത് തുക നമ്മൾ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടോ എന്നാണ് പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന് നമ്മളൊരു 15% അല്ലെങ്കിൽ 10% നമ്മുടെ സാലറിയിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ആ ഒരു സമയം എത്തുമ്പോൾ നമുക്ക് വീണ്ടും ലോൺ എടുക്കാൻ വേണ്ടാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നതാണ്. പിന്നീടുള്ളൊരു 40-45% വരെയുള്ള തുക കൊണ്ട് മാത്രമേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാവൂ. ഇങ്ങനെ നമ്മൾ ചെയ്തു വന്നാലത്തെ ഗുണം എന്ന് പറയുന്നത് നമുക്ക് വളരെ നല്ലൊരു സാമ്പത്തികമായിട്ടുള്ള അടിത്തറ നമുക്ക് ഉണ്ടാകുന്നതാണ് ശരിക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടായാലത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 5 വർഷമോ അല്ലെങ്കിൽ 10 വർഷമോ കഴിയുമ്പോൾ നമ്മൾ വളരെ സാമ്പത്തികമായിട്ടുള്ളൊരു ഭദ്രതയിലേക്ക് നമ്മൾ എത്തുന്നതാണ്. അപ്പം ഇതുവരെയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള സാലറിയുടെ കണക്കനുസരിച്ച് വേണം നിങ്ങളിത് അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.